നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ സംയുക്ത സേനയുടെ ആക്രമണത്തെ ഇറാനൊപ്പം ചെറുക്കുന്നത് നിലവിൽ ലെബനനിലെ ഹിസ്ബുള്ളയാണ്. അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായി കനത്ത പോരാട്ടത്തിലാണ് ഇസ്രയേൽ. എന്നാൽ ഇറാനെ അനുകൂലിക്കുന്ന യമനിലെ ഹൂതികളുടെ മൗനം ഏവരെയും ആശ്ചര്യപ്പെടുത്തുന്നു. യമന്റെ വടക്കുകിഴക്കൻ പ്രദേശത്തെ അധികാര കേന്ദ്രമാണ് ഹൂതികൾ. ഇറാന് നേരെ ഇസ്രയേൽ സംയുക്ത സേന നടത്തുന്ന ആക്രമണത്തെ വാക്കുകൾ കൊണ്ട് മാത്രമാണ് ഹൂതികൾ എതിർക്കുന്നത്. 2023 ഗാസ യുദ്ധത്തിൽ യുഎസിനും ഇസ്രയേലിനും നേർക്ക് ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. ആവശ്യമെങ്കിൽ യുഎസിനും ഇസ്രയേലിനുമെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിരലുകൾ തോക്കിന്റെ ട്രിഗറിലാണ്. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഏതു നിമിഷവും പ്രതികരിക്കാൻ സജ്ജമാണ് എന്ന് അൽ ഹൂതി പറഞ്ഞിരുന്നു. എന്നിട്ടും പക്ഷേ ഹൂതികൾ സംഘർഷത്തിൽ ഇടപെടാത്തത് എന്തുകൊണ്ട്? മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഹൂതികളുടെ ഈ നിശബ്ദത അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിനു പിന്നിൽ പലവിധ കാരണങ്ങളാണ് പ്രതിരോധ രംഗത്തുള്ളവർ നിരത്തുന്നത്. അതിൽ പ്രധാനം ഇസ്രയേൽ തങ്ങളുടെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയേക്കാം എന്ന ഭീതിയാണ് എന്നതാണ് പ്രധാന കാരണം. ഗാസ യുദ്ധസമയത്ത് ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ കനത്ത ആക്രമണമാണ് ഹൂതികൾ നടത്തിയത്. തിരിച്ചടിയായി കഴിഞ്ഞ ഓഗസ്റ്റിൽ സനയായിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാഫി, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അൽ ഗുമാരി എന്നിവരുൾപ്പെടെ കുറഞ്ഞത് 12 ഉന്നത നേതാക്കളെയെങ്കിലും ഹൂതികൾക്ക് നഷ്ടമായിട്ടുണ്ട്. സമീപഭാവിയിൽ ഹൂതികൾ നേരിട്ട ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്നായിരുന്നു ഇത്. മൊസാദും സംഘവും നേതൃത്വത്തെ ഇല്ലാതാക്കുമോ എന്ന ഭയമാണ് പിന്മാറ്റത്തിനുള്ള കാരണമെന്നാണ് യമൻ ഗൾഫ് മേഖലകളിലെ സംഘർഷങ്ങൾ നിരീക്ഷിക്കുന്ന ലൂക്ക നെവാളയുടെ നിരീക്ഷണം. ഇത്തരം നഷ്ടങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നിലവിൽ ഹൂതികൾ വിട്ടുനിൽക്കുന്നതെന്ന് നിരീക്ഷകർ കരുതുന്നു. ചെങ്കടലിൽ അസ്ഥിരതയുണ്ടാക്കാൻ സാധിക്കുന്ന സായുധ സംഘമാണ് ഹൂതികൾ. ഗാസയ്ക്ക് പിന്തുണയുമായി 2023-25 എന്നീ വർഷം ചെങ്കടലിൽ നിരന്തരം ഹൂതികൾ കപ്പലുകളെ ലക്ഷ്യമിട്ടിരുന്നു. 4 കപ്പലുകളെ ഹൂതികൾ മുക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണത്തിൽ 9ഓളം നാവികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഹൂതികൾക്ക് കഴിയും. യുദ്ധക്കപ്പലും മേഖലയിലെ സൈനിക ആസ്തികളുമായിരിക്കും ഒപ്പം ലക്ഷ്യം വയ്ക്കുക. ഇസ്രയേൽ ബന്ധമുള്ള യിലെ ഇടങ്ങളും ഹൂതികൾ ലക്ഷ്യമിട്ടേക്കാം. നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെങ്കിലും തങ്ങൾ യുദ്ധത്തിന് സജ്ജമാണെന്നാണ് ഹൂതി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂതി വ്യക്തമാക്കിയത്. തങ്ങളുടെ കൈകൾ ട്രിഗറിൽ തന്നെയാണെന്നും ഏതു നിമിഷവും യുദ്ധത്തിലേക്ക് കടക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഹൂതികൾ ഇറാന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണെന്നും തങ്ങളുടെ സൈനിക ശേഷി വരും ഘട്ടങ്ങളിലേക്ക് കരുതി വയ്ക്കുകയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. യുദ്ധം തുടരുകയാണെങ്കിൽ യുഎസിന്റെയും ഇസ്രയേലിന്റെയും ശ്രദ്ധ തിരിക്കാൻ ഇവരെ ഇറാൻ ഉപയോഗിച്ചേക്കാം എന്നാണ് ഒരു വിലയിരുത്തൽ. ഇസ്രയേൽ പങ്കാളികളായ സോമാലിലാൻഡ് എന്നിവ ഹൂതികൾ ലക്ഷ്യമിട്ടേക്കാം. കൂടാതെ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനുള്ള ശേഷിയും ഇവർക്കുണ്ട്. ഉചിതമായ സമയത്ത് യുഎസിനും ഇസ്രയേലിനും നേരെ രംഗത്തിറങ്ങുമെന്നാണ് അബ്ദുൾ മാലിക് അൽ ഹൂതി വ്യക്തമാക്കിയിരിക്കുന്നത്. ലെബനനിലെ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ ഇവർക്കെതിരെ ഇസ്രയേൽ ശക്തമായി തിരിച്ചടിച്ചതോടെ തൽക്കാലത്തേക്ക് ഹിസ്ബുള്ള പിൻവാങ്ങിയിരിക്കുകയാണ്. അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായി ചരക്ക് കപ്പലുകൾ കാര്യമായി പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിരിക്കുകയാണ്. ഇത് വലിയ എണ്ണ പ്രതിസന്ധിയിലേക്ക് ലോകത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. എണ്ണവില ബാരലിന് $100 കുതിക്കുകയാണ്. എന്നിട്ടും ഹൂതികൾ മൗനം പാലിക്കുന്നത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അല്പദിവസം കഴിഞ്ഞായിരിക്കും ഹൂതികൾ രംഗപ്രവേശം ചെയ്യുക എന്നാണ് കരുതുന്നത്. ചെങ്കടലിന്റെ തെക്കേ ഭാഗവും ചെങ്കടലിനും ആഡൻ കടലിടുക്കിനും ഇടയിലുള്ള വൻതോതിൽ ചരക്ക് കപ്പലുകൾ പോക്കുവരവ് നടത്തുന്ന ബാബൽ മണ്ടേബ് കടലിടുക്കിലും വൻ സ്വാധീനമാണ് ഹൂതികൾക്കുള്ളത്. ഇവരധികവും ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തുക പതിവ്. നിലവിലെ യുദ്ധത്തിൽ ഇറാൻ ദുർബലപ്പെട്ടാൽ അത് ഹൂതികളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. ഇറാന്റെ സൈനിക കരുത്ത് കുറയുന്നത് ഹൂതികളിലേക്കുള്ള നിയമവിരുദ്ധമായ ആയുധക്കടത്ത് തടസ്സപ്പെടാൻ കാരണമായേക്കാം. റഷ്യ, ചൈന, ഇറാൻ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച ആയുധങ്ങൾ യമനിലേക്ക് കടത്തുന്നുണ്ടെന്ന് UN മുൻപ് കണ്ടെത്തിയതാണ്. ഇറാന്റെ തകർച്ച തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഹൂതികൾ ഭയപ്പെടുന്നുമുണ്ട്. ഇതേസമയം യമന്റെ തലസ്ഥാനമായ സനായിലെ സാധാരണ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. യുദ്ധം ഏതു നിമിഷവും തങ്ങളുടെ നാട്ടിലേക്കും പടരാമെന്ന ഭീതിയിൽ ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കളും പാചകവാതകവും ശേഖരിച്ചു വയ്ക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കു നേരെയുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. ശനിയാഴ്ച രാത്രിയും ഇന്നലെയുമായി ഇടവേളകളൊന്നുമില്ലാതെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ കുവൈറ്റിലും ദുബായിലുമായി 3 പേർ മരിച്ചിട്ടുണ്ട്. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വാക്ക് പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിട്ടു.
ദുബായിൽ ഓടുന്ന കാറിന് മുകളിൽ മിസൈൽ ഭാഗങ്ങൾ പതിച്ചാണ് പാകിസ്ഥാൻ സ്വദേശിയായ ഡ്രൈവർ മരിച്ചത്. ഇന്നലെ രാവിലെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ധന ടാങ്കുകൾ അഗ്നിക്കിരയായി. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ബഹ്റൈനിൽ കുടിവെള്ള ശുചീകരണ പ്ലാന്റ് ആക്രമിക്കപ്പെട്ടു. എന്നാൽ കുടിവെള്ള വിതരണത്തിന് നിലവിൽ തടസ്സമില്ല. കടൽവെള്ളം ശുചീകരിച്ച് കുടിവെള്ളമാക്കുന്ന ഡീസാലിനേഷൻ പ്ലാന്റുകളാണ് ഗൾഫിൽ രാജ്യങ്ങളിലെ പ്രധാന കുടിവെള്ള സ്രോതസ്. ഇതിനു നേരെയുള്ള ആക്രമണം ദൂരവ്യാപക പ്രത്യാഘാതത്തിന് കാരണമാകും. US സൈനിക താവളങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് തുടങ്ങിയ ആക്രമണം ഗൾഫ് രാജ്യങ്ങളുടെ സ്വത്തുവകകൾക്ക് നേരെ വ്യാപിക്കുന്നത് ഇവിടുത്തെ സ്ഥിതി കൂടുതൽ വഷളാക്കും. ഇന്നലെ ബഹ്റൈനിൽ ജനവാസ മേഖലയിലും സ്വകാര്യ സ്വത്തുക്കൾക്ക് നേരെയും തുടരെ ഇറാൻ ആക്രമണമുണ്ടായി. ഇന്നലത്തെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. വടക്ക് കിഴക്കൻ ബഹ്റൈനിലെ മുഹാറഖ് മേഖലയിലെ യൂണിവേഴ്സിറ്റി കെട്ടിടത്തിനു മിസൈൽ ഭാഗങ്ങൾ വീണ് കേടുപാടുകൾ സംഭവിച്ചു. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ജനവാസ മേഖല ലക്ഷ്യമാക്കി ഇറാൻ അയച്ചതായി ബഹ്റൈൻ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു. യുദ്ധം തുടങ്ങി ഇതുവരെ 164 ഡ്രോൺ ആക്രമണവും 95 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് ബഹ്റൈൻ നേരിട്ടത്. യുദ്ധഭീതിയിൽ ജനങ്ങൾ കഴിയുമ്പോൾ അവരെ ഭയപ്പെടുത്തുന്ന ശബ്ദവുമായി വാഹനം ഓടിച്ചതിനും ഏതാനും പേരെ ബഹ്റൈൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പ്രദേശവാസികളുണ്ട്, ഒപ്പം തന്നെ സ്വദേശികളുമുണ്ട്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെ മനാമ റോഡിൽ മിസൈൽ പാളികൾ വീണ് ഒരാൾക്ക് പരിക്കേറ്റു. ഏതാനും കടകൾക്ക് നാശനഷ്ടമുണ്ടായി. പ്രധാന തുറമുഖമായ മിന സൽമാനിലേക്കും ആക്രമണമുണ്ടായി. ഇവിടെയും തീപിടുത്തമുണ്ടായി. ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തി ആക്രമണ സമയങ്ങളിൽ പ്രധാന റോഡുകളും പാലങ്ങളും അധികൃതർ അടച്ചിരുന്നു. ബഹ്റൈനും കുവൈറ്റിനും നേരെ നടക്കുന്നത് കടന്നുകയറ്റമാണെന്ന് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ടെഹ്റാന്റെ ഉള്ളിലിരിപ്പാണ് ഇവിടെ വ്യക്തമാകുന്നതെന്ന് GCC തലവൻ ജാസിം മുഹമ്മദ് അൽ ബുദൈവി പറഞ്ഞു. ഇറാന്റെ പ്രവൃത്തി ക്രൂരമാണെന്നും അദ്ദേഹം പറഞ്ഞു. അംഗരാജ്യങ്ങൾക്ക് GCC പൂർണ്ണ പിന്തുണ നൽകി ഒപ്പമുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിനു നേരെയാണ് ഇന്നലെ ഇറാന്റെ ഡ്രോൺ ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 2 ഇന്ധന ടാങ്കുകൾ കത്തിയമർന്നു. 2 പേരുടെ മരണവും വ്യാപക നാശനഷ്ടവും ഉണ്ടായി. സാമൂഹിക സുരക്ഷാ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിനു നേരെയും ആക്രമണമുണ്ടായി. കെട്ടിടത്തിൽ തീ പടർന്നു. മറ്റ് കെട്ടിടങ്ങളിലേക്ക് പടരും മുൻപ് തീ അണച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് നാഷണൽ ബാങ്ക്, ബൗബിയാൻ ബാങ്ക് എന്നിവ അവരുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തി. കുവൈറ്റ് ഇസ്ലാമിക് ബാങ്കിന്റെ 2 ഓഫീസുകൾ ഇന്നലെ പ്രവർത്തിച്ചില്ല. സൗദിയിൽ റിയാദിന്റെ കിഴക്കൻ മേഖലയിൽ 6 തവണ ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്നും സൈന്യം പ്രതിരോധിച്ചതായും സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിനു നേരെയും എണ്ണപ്പാടങ്ങൾക്കു നേരെയും ഇനിയും ആക്രമണം തുടർന്നാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാന് സൗദി മുന്നറിയിപ്പ് നൽകി. ഇന്നലെ തുടർച്ചയായ ആക്രമണങ്ങളാണ് സൗദിക്കു നേരെയുണ്ടായത്. പുലർച്ചെ 2:19 മുതൽ രാവിലെ 6:40 വരെ ഏകദേശം 40 ഡ്രോണുകളാണ് വിവിധ ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ അയച്ചത്. റിയാദിലെ നയതന്ത്ര കാര്യാലയത്തിനു നേരെയും ആക്രമണമുണ്ടായി. ഷൈബ എണ്ണപ്പാടത്തിനു നേരെയും ആക്രമണമുണ്ടായി. റിയാദ് പട്ടണത്തിൽ 3 ഡ്രോണുകൾ വെടിവെച്ചിട്ടു. UAEയിൽ ഇന്നലെ മാത്രം 117 ഡ്രോണുകളാണ് UAE നേരിട്ടത്. ഇതിൽ 113 എണ്ണം തകർത്തപ്പോൾ 4 എണ്ണം രാജ്യത്ത് പതിച്ചു. 17 ബാലിസ്റ്റിക് മിസൈലുകളിൽ 16 എണ്ണവും സൈന്യം നിർവീര്യമാക്കി. 1 എണ്ണം കടലിൽ പതിച്ചു. ഖത്തറിൽ വർക്ക് ഫ്രം ഹോം തുടരാൻ ഖത്തർ തീരുമാനിച്ചു. 70% പേർ വീട്ടിലിരുന്ന് ജോലി ചെയ്യും. പരമാവധി 30% ആളുകൾ ഓഫീസിൽ എത്തിയാൽ മതിയെന്നാണ് നിർദ്ദേശം. അമ്മമാർക്കും ഭിന്നശേഷിക്കാർക്കും വർക്ക് ഫ്രം ഹോമിൽ മുൻഗണന നൽകും. ഖത്തറിലേക്ക് പരിമിത സർവീസുകൾ പുനരാരംഭിച്ചു. ഖത്തർ എയർവേസ് പതിവ് സർവീസുകൾ റദ്ദാക്കിയത് തുടരും. വ്യോമപാത സുരക്ഷിതമായതിനു ശേഷമേ പൂർണ്ണ സർവീസ് പുനരാരംഭിക്കൂ എന്ന് ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. ഇന്നു മുതൽ താൽക്കാലികമായി ആരംഭിക്കുന്ന സർവീസിൽ ഇന്ത്യയിൽ നിന്ന് വിമാനങ്ങൾ ഇല്ല. ആംസ്റ്റർഡാം, ബെർലിൻ, ഫ്രാങ്ക്ഫർട്ട്, ലണ്ടൻ, സൂറിക്ക്, മസ്കത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് ഹമദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തുക. ഒമാനിൽ ഈ മാസം 15 വരെയുള്ള ഏതാനും സർവീസുകൾ ഒമാൻ എയർ റദ്ദാക്കി. അമാൻ, ദുബായ്, ബഹ്റൈൻ, ദോഹ, ദമാം, കുവൈറ്റ്, കോപ്പൻഹേഗൻ, ബാഗ്ദാദ്, ഖസബ് വിമാനങ്ങളാണ് ഇന്നു മുതൽ റദ്ദാക്കിയത്. അതേസമയം ഒമാനിലെ കരജല വ്യോമ സേവനങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ടെന്നും തടസ്സങ്ങൾ നേരിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. വിമാനങ്ങൾ റദ്ദാക്കിയത് അതതു രാജ്യങ്ങളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ്. ബർഷയിൽ ഓടുന്ന കാറിന് മുകളിൽ മിസൈൽ പാളി വീണ് പാകിസ്ഥാൻ സ്വദേശി മരിച്ചതായി UAEയിലെ പാക് എംബസി സ്ഥിരീകരിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾക്ക് ദുബായിലെ പാക് കോൺസുലേറ്റ് നടപടി ആരംഭിച്ചു. മലയാളി വാർത്ത ഇൻസൈഡ്.